മാമലക്കണ്ടം നേരെ നേരെ അങ്ങനെ പോയിട്ടാണ് ഈ വഴി അങ്ങോട്ട് വേറെ ശരിയാണ് തട്ടക്കട പോലെ അടിമാലിന്നാ പ്രത്യേക ടൈപ്പ് വരോണ്ടാ ഇതാണ് ഈ മോളില് മാത്രം അല്ലേ ഒറ്റത്തടിയായിട്ട് പോയിട്ട് മോളില് മാത്രം ഇങ്ങനെ ഇവിടെ ഈ മരത്തിന് മാത്രം എങ്ങനെ വരും ഹായ് കൂട്ടുകാരെ, ജീപ്പ് സഫാരിക്കായിട്ട് രാമേട്ടനും മനിലേട്ടനും എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് മാമലക്കണ്ടം വഴി കൊയിനിപ്പാറയിലേക്കാണ് പോകുന്നത്. ആ കാഴ്ചകളിലേക്ക്. നമ്മളങ്ങനെ മാമലക്കണ്ടത്തിലേക്ക് കയറി. ഒരുപാട് നാളുകളായിട്ട് യൂട്യൂബിലും മറ്റും ഈ സ്ഥലത്തെക്കുറിച്ചുള്ള വീഡിയോസും വാർത്തകളും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് നേരിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടായത്. വളരെ രസകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. നേരെ കണ്ടില്ലേ, വളരെ ഇടുങ്ങിയ റോഡാണ്. കഷ്ടി ഒരു വാഹനത്തിന് കടന്നു പോകാൻ പാകത്തിനുള്ള റോഡാണ്. കുറുകെ ഒരു വണ്ടി വന്നാൽ ഡ്രൈവേഴ്സിന് അത് ബുദ്ധിമുട്ടാവും. വണ്ടി ഒതുക്കി കൊടുക്കാൻ പോലും വലിയ സ്ഥലങ്ങളൊന്നും കാണുന്നില്ല. ഇതിലെ ബസ് റൂട്ടാണ്, അത് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. ആദ്യമായിട്ട് ഇതിലെ വരുന്ന ആളുകൾ നല്ല ഡ്രൈവിംഗ് പരിശീലനം കിട്ടിയ ആൾക്കാരായിരിക്കണം. പെട്ടെന്നൊരു വാഹനം മുമ്പിൽ വന്നാൽ നമ്മൾക്ക് ഒതുക്കി കൊടുത്ത് പോകാൻ പറ്റണം. കാറായിട്ട് പോലെ റിസ്ക്കാന്ന് അല്ലെങ്കിൽ ടൂ വീലർ ഓഫ് റോഡ് ബൈക്ക് അത് ഓക്കെ. ഹിമാലയൊക്കെ ഓക്കെ ഇതിലൊക്കെ വണ്ടി പൊളിഞ്ഞു പോകാൻ കാറ്റടില്ലേ റോഡൊക്കെ ആദ്യം പെട്ടെന്ന് തന്നെ ശരിയാക്കണം അല്ലേ? കുറച്ചുണ്ട് കൊടുങ്കാട. ഇതാണ് മാമലക്കണ്ടം ഫോറസ്റ്റ്. ഞാനും നമ്മുടെ വീഡിയോ കാണിച്ചില്ല. അത് അവിടെയാണ് എന്തോ ഫോറസ്റ്റുകാരായിരുന്നു അറിയാമോ? ആന വണ്ടി എടുത്ത് വിടുന്നില്ലായിരുന്നു. ആനക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലം. ആന വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് നിർത്തി നേരെ വരുവാണെങ്കിൽ അങ്ങോട്ട് കയറുമ്പോ കൊള്ളാം. സൈഡിൽ കൂടി അല്ലേ? സൈഡിലല്ല, ആനയുടെ നേരെ അങ്ങോട്ട് കയറുമ്പോ കൊള്ളാം. മാറ്റണം ആനയെ നിന്ന് കഴിഞ്ഞാൽ സീനാ നമ്മൾ പുറത്ത് പോകുന്നത് മാറ്റാനുള്ള രീതിയിലായിരിക്കും വണ്ടിയുടെ സൗണ്ടും അല്ലേ? ഞാൻ വീഡിയോ കാണിച്ചാലേ ഞാൻ റൈസ് ചെയ്താണ് കയറിയ കുട്ടിയാണ്. പേടിക്കാൻ അമ്മയുള്ളൂ. എന്നൊക്കെ മിക്കമായിരിക്കും ആനനെ കാണുന്നത്. ഞാൻ ഡെയിലി ഈ വഴിയുണ്ട്. ആ കുഞ്ഞായി തന്നെയാണ്
വണ്ടി പോയിക്കൊണ്ടത് ഇതാണ് വീഡിയോ കണ്ടത്. ചേട്ടാ ഇതിൽ കൂടെ ഇറങ്ങി പോകാൻ വേണ്ടി ഇങ്ങനെ ഇതിലെ അടി കൂടെ ഇതിലായിരുന്നു റോഡ്. വെള്ളത്തിൽ കൂടെ ഇറക്കിക്കൊണ്ടു. ആ വെള്ളത്തിൽ കൂടെ. ഞാൻ കണ്ടത് ആ ഇപ്പൊ അത് പണിയുടെ സമയത്ത് ഇതുണ്ടോ റോഡ്? ഇതിനെ കയറും. ഇതുണ്ടോ? ഇതുണ്ടോ? ഇതിലെങ്ങനെ കയറി ഈ തുമ്പേ വന്ന് കയറി. ആ മഴയാണെങ്കിൽ നല്ല പച്ചപ്പാ ഇവിടെ. നല്ല ഭംഗിയായിരിക്കും ചേട്ടാ. ആ ഒരു പ്രത്യേക താമസില്ലേ? പുറത്തിറങ്ങിയല്ലേ കഴിഞ്ഞ ആഴ്ച മാമലക്കണ്ടം ചായ കുടിച്ചിട്ടില്ല. ചായ കുടിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ കുടിച്ചില്ലെങ്കിൽ എനിക്കുണ്ട് വന്നായിരുന്നു. വേടാ ഈ വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ വെള്ളച്ചാട്ടം ഇതാണ്. യഥാർത്ഥ വെള്ളച്ചാട്ടം ഞാൻ വെള്ളത്തിൽ കൊണ്ടുവരാണ്ടോ കുളിക്കേണ്ടിയല്ലേ? ഇതുണ്ടോ യഥാർത്ഥ വെള്ളച്ചാട്ടമാണത്. ആ അപ്പൊ അന്നേരത്ത് വെള്ളമില്ല, ശകലം വരെ വെള്ളമില്ല. ഞങ്ങളെ അവിടെ നിന്ന് ആന ഓടിച്ചിട്ട് ഈ ചിത്രത്തിൽ ഇറങ്ങി എന്നെ ഇതാ തന്നെ പറയുന്നത്. സ്റ്റീഫൻ ഉള്ളത് അംഗമല്ല വെച്ചാ ആനോട് അത് കാണിച്ചു തരാം. ഈ വെള്ളം വന്ന് കുടിച്ചോണ്ട് പോവാം. വെള്ളം അടിച്ചിട്ട് ഇന്ന സാധനം ആൾക്കാർക്ക് വെള്ളം ഇങ്ങനെ നനഞ്ഞേ ഉള്ളൂ. മഴ ഞാൻ വിളിക്കാം. മഴ പോയി വരാം വരാം. കണ്ടോ അവിടെ ഉണ്ടോ വട്ട കുടിക്കണോ? ആനയൊക്കെ സൂക്ഷിക്കണേ. ബി കെയർഫുൾ. ആനയുണ്ടേ, നോക്കണം. ഞാൻ ഇവിടെ നിന്ന് ആന വെള്ളം കുടിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ആ ഞാൻ കാണിച്ചു തരാം. നോക്കണേ. ഇവിടെ നല്ല ദിവസം വെള്ളം പായുണ്ട്. ഇതിനാണ് വഴി ഇട്ടിട്ടുണ്ടല്ലോ. വഴി കളിച്ചിട്ടുണ്ടോ?
കാടെല്ലാം ഉണങ്ങി വരണ്ടിരിക്കുകയാണ്. അമ്മാതിരി വെയില. ചെറിയൊരു സ്പാർക്ക് മതി മൊത്തം കത്താൻ. ആ ലെവലിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ. ശരിക്കും ഒരു ഉച്ച സമയത്തൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മാതിരി ചൂടായിരിക്കും. നല്ല ഹൈറ്റിലാണ് ഉള്ളതല്ല. അപ്പം നമ്മൾ ഏകദേശം ഒരു 3:30-4 മണി പാത്തിന് ഇറങ്ങിയ എന്നിട്ടാണ് ഇത്രയും വെയിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ സന്ദർശകരായിട്ട് വരുന്ന ആൾക്കാർ ഒന്നെങ്കിൽ മോർണിംഗ് ടൈം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈവനിങ്ങിൽ വരിക. ഇതെടുത്തു ഫ്രണ്ട് ചേട്ടാ, ഞങ്ങൾ പിള്ളേരോട് നമ്മള് പറയാൻ അവരൊക്കെ പോകാൻ കയറി വന്ന് ബാക്കുകയാണ്. ഞാൻ ചോദിച്ചതാണ് കഴിയുന്നു. അത് വണ്ടി ഓടിക്കുമ്പോൾ ഇല്ല, ഞാൻ മലയാളം ഉദ്ദേശിച്ചില്ല. ഞാൻ ഇതുപോലെ ഓഫ് റോഡ് ഇങ്ങനെ കുണ്ടൻകുഴിയാണ് മാത്രം ഉദ്ദേശിച്ചത്. ഞാൻ മലയാളം മഴയുള്ള സമയത്ത്
എൻ്റെ അമ്മ. ഓക്കെ. എന്തെങ്കിലും പന്തി ഓടണമെങ്കിൽ ഞാനപ്പോ പറയും. അല്ലല്ല, ഇതിൽ കൂടെ ഇതുണ്ടോ, ഇതിൽ കൂടെ വരും അല്ലേ? പാന്നമല്ലേക്കാ ആന അധികം ഉയരങ്ങളിലേക്ക് പോകില്ലല്ലേ? ഒന്ന് സാധനം താഴെ പോകാമല്ലോ. ജാക്കിൽ ഇവരെന്തോ താഴെ പോകുന്നു. പേടിക്കണ്ട 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 പേടിക്കണ്ട. ഇതെന്തോ സാധനം കൊണ്ട് താഴെ പോകുന്നല്ലോ. എന്താണ്? ഓ, കാലായി. ജാക്കിയാടി ജാക്കി ഇവിടെ റേഞ്ചില്ല. ഇതാണ് എറണാകുളം ഈ സ്ഥലം. അത് കുറച്ചുകൂടെ അതൊക്കെ അയച്ചോളാം. ആശാ അച്ഛന് പോണേക്കാം. ആ ആശാ ഒരിക്കലും അറിയില്ല. നമുക്ക് ഇങ്ങനത്തെ സ്ഥലം അറിയില്ല. അതുകൊണ്ടല്ലേ അതിനെപ്പറ്റി ആലോചിക്കണ്ടേ. ഇനി താഴെ ഇറങ്ങാൻ പറ്റും. നമ്മുടെ ഒരു ഭയം കൊണ്ട് ഈ ചില ആടുകൾ കണ്ടില്ലേ, ചില ആടുകൾ എൻ്റെ അമ്മ ഒരു ഒന്നൊന്നര യാത്ര. ഇതാണ് മാമലക്കണ്ടം കൊഴിഞ്ഞിപ്പാറ. ഒരു മലയുടെ മേളിലേക്ക് റോഡ് ഓഫ് റോഡ് എന്ന് പറയാനായിട്ട് എന്തെങ്കിലും വേണ്ട, ഒന്നുമില്ല. പാറയുടെ മുകളിലൂടെ ആ ചേട്ടൻ ജീപ്പ് ഓടിച്ച് കയറ്റിയിരിക്കുകയാണ്. ഏറ്റവും മേളിൽ ഏകദേശം 3000 അടി മുകളിലെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ രാമേട്ടൻ എക്സ്പോർട്ട് ഡ്രൈവറാണ്. നമ്മൾ വണ്ടിയിലിരുന്നിട്ട് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ കൂടി പോന്നിട്ട് പോലും അറിഞ്ഞിട്ടില്ല. നമ്മളങ്ങനെ കൊഴിഞ്ഞിപ്പാറ ഇറങ്ങുകയാണ്. ഒരു ഒന്നൊന്നര യാത്രയായിപ്പോയി ഇത്. ഇത്രയും വലിയൊരു മലമുകളിലേക്കാണ് ഈ ജീപ്പ് ഓടിച്ച് കയറ്റുന്നത് അറിഞ്ഞെങ്കിൽ ശരിക്കും നമ്മൾ വരില്ലായിരുന്നു, പേടിച്ചിട്ട്. എന്തായാലും മറ്റൊരു കാര്യമുണ്ട്, ധൈര്യമില്ലാത്ത ആൾക്കാർക്ക് ധൈര്യം ഉണ്ടാകാനുള്ള ഒരു യാത്രയും കൂടിയായിരിക്കും ഇങ്ങനെയുള്ള യാത്രകൾ.
പക്ഷേ ഡ്രൈവർ മിടുക്കനായിരിക്കണം. ഇപ്പോൾ രാമേട്ടനെ പോലെയുള്ള എക്സ്പേർട്ട് ആണെങ്കിൽ നമുക്ക് ഒരു പേടിയും വേണ്ട, ധൈര്യത്തോടെ ഇരിക്കാം. രാമേട്ടൻ വളരെ സേഫായിട്ടാണ് നമ്മളെ ഈ 3000 അടി മുകളിലേക്ക് കൊണ്ടുപോയത്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് മാമലക്കണ്ടത്ത് സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ളൊരു സ്കൂളെന്ന് കേട്ടിട്ടില്ലേ, അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ എത്തുമ്പോൾ മിക്കവാറും ഇരുട്ടായി പോകാൻ സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമില്ല, അവിടം വരെ പോയി അതും കൂടി കണ്ടിട്ട് നമ്മൾ തിരിച്ച് താമസ സ്ഥലത്തേക്ക് പോകുന്നുള്ളൂ. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള മാമലക്കണ്ടത്തെ സ്കൂളിലേക്ക് എത്തി. നമ്മൾ വിചാരിച്ചിരുന്നത് ലേറ്റായി പോകുമെന്നാണ്, ഇരുട്ടായി പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇരുട്ട് മുന്നേ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വെള്ളച്ചാട്ടമൊന്നും കാണാൻ പറ്റില്ല, കാരണം ഉണങ്ങി വരണ്ടിരിക്കുകയാണ്. നല്ല ഒടുക്കത്തെ വെയിലാണ്. എന്നാലും നല്ല രസമുണ്ട്. നല്ല ഷോയാ, കുട്ടികൾക്ക് നല്ലൊരു ഇതാണ് ഉരുളക്കുഴി വെള്ളച്ചാട്ടം. മോനൂട്ടന് ഒന്ന് കുളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങുന്നില്ല, അവനെ മാത്രം സൈഡിൽ ഇറക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ തിരികെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത്. മാമലക്കണ്ടം വഴി തന്നെയാണ് താഴേക്ക് നമ്മൾ ഇറങ്ങുന്നത്. നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാമേട്ടൻ പറയുന്നത് ചിലപ്പോൾ ആനയെ പോകുന്ന വഴി കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അറിയില്ല, നമുക്ക് നോക്കാം. രുദ്രമരം, ഈ മരം ആ മരം ആന തൊടുവോ ഉരുമുവോ ഒന്നും ചെയ്യില്ല. ഇത് രുദ്രമരം അല്ലേ? ഒരു തൊലി വരെ കുത്തുവോ തൊടുവോ ഒന്നും ചെയ്യില്ല ആന. ആ മരം അതിന്റെ ചോട്ടി കിടക്കുന്ന കുറ്റി കണ്ടോ, ഈ കുറ്റിയായിരിക്കണേ. ആൾക്കാര് അതിന്റെ ഇല പറിച്ചിട്ട് പോകണം. മരുന്ന് പറിക്കുന്ന പുറക്കാരില്ല, മേലെ കയറി പറിക്കില്ല. പുറക്കാർ കണ്ട പിടിക്കും. അത് പ്രായമായ ആൾക്കാരും അവരിതൊക്കെ ശരീരവേദന, മേലുവേദന, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് വെള്ളം തളിച്ചിട്ട് കുഴിക്കുക. പക്ഷെ വേറെ ഇതുണ്ട്, അങ്ങനത്തെ അത്ര അനുസരിച്ചില്ല. ഇപ്പൊ എവിടെ തിരിഞ്ഞാലും ആനയുള്ളൂ. ഭയങ്കരമായിട്ട് പെരുകി. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.